ഹലോ, ഞങ്ങളിവിടെ ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞങ്ങൾ കടുകിട്ടു. ഇതിൻ്റെ പേര് എന്താ പറയുക, ഇതിൻ്റെ പേര് ചേന ബീഫ് കറിയാണ്. ബീഫ് കറി വിത്ത് ചേന. അപ്പോൾ ഞങ്ങൾ കടുകിട്ട് പൊട്ടിച്ചു കേട്ടോ. ഇത്തിരി ഉലുവായും കൂടി ഇടുന്നുണ്ട്. ആദ്യം നമ്മൾ ബീഫാണ് വെക്കാൻ പോകുന്നത്. ബീഫ് അതിന് വേണ്ടിയിട്ട് കടുകും ഉലുവായും കൂടെ പൊട്ടിച്ചു. അതിൻ്റെ കൂടെ ഉലുവ ഇടുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ബീഫിലും ഉലുവ ഇടുന്നതാണ്. അപ്പോൾ കുറച്ച് തൊട്ട് പുറകെ ഞങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ പോവുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇളക്കി കൊടുത്തിട്ട് ഇനി ഞങ്ങൾ ഇടാൻ പോകുന്നത് സവോളയാണ്. കറിവേപ്പില ഇടുന്നുണ്ട്. സവോള ഇട്ട് വഴറ്റുക കേട്ടോ. ഇതിനകത്ത് ഞങ്ങൾ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ കടുക് ഉലുവായിട്ട് വറവിട്ടു. അതിന് ശേഷം ഞങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. നല്ല മണം വരുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ. അപ്പോൾ അതിൻ്റെ പുറകെ കറിവേപ്പില ഇട്ടു, കുറച്ച് സവോളയും കൂടി ഇട്ടു. ഇനി ഞങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ അതിൻ്റെ തൊട്ട് പുറകെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ മസാലകൾ ഗരം മസാല ഇടുന്നുണ്ട്. കാശ്മീരി ചില്ലി സാധാരണ ചില്ലിയും കൂടെ പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഞങ്ങൾ ലാസ്റ്റ് ഇടുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിനകത്തേക്ക് തീ കുറച്ചിട്ടു. തീ സ്ലോയിലിടണം കേട്ടോ. സിമ്മിലിടണേ, അതിനെല്ലാം കൂടെ കരിഞ്ഞു പോകും. അപ്പോൾ ഞങ്ങൾ ഇടാൻ പോവുക. ഗരം മസാലയാണ് ആദ്യം ഇടുന്നത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ. അതിനുശേഷം മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടു. ഞങ്ങൾ ഇളക്കുക കേട്ടോ. അപ്പം ഇത് എന്താ പറയുക, ഇതിനകത്ത് നമ്മൾ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഈ കുറച്ചിട്ടിട്ട് മല്ലിപ്പൊടി ഇടുക. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒന്ന് വഴറ്റണം. എണ്ണയിൽ വഴറ്റി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുവാണേ. മല്ലിപ്പൊടി 2-3 സ്പൂൺ ഇടുന്നുണ്ട്. കാരണം ഞങ്ങൾ ചിക്കനല്ലേ, ചേനയും ചിക്കനും കൂടി ഒന്നിച്ചുണ്ടാക്കുന്നതാണ്. അതിനകത്തേക്ക് കുറച്ച് സോറി പറയുന്നൊക്കെ തെറ്റിപ്പോവുക. ബീഫും ചേനയും കൂടി ഇടുക. എന്നാൽ ഇത്തിരി അതിനകത്തൊരു ഞങ്ങളതിൻ്റെ ബീഫ് ഇടാൻ പോവുക. ബീഫ് ഇത് ഒന്ന് ഒരുമാതിരി വരണ്ട് വന്നു. അപ്പം ബീഫ് ഇടുവാണേ. ചിക്കൻ എന്ന് പറയുമ്പോൾ ബീഫ് പറയും, ബീഫ് എന്ന് പറയുമ്പോൾ ചിക്കൻ പറയും. സോറി കേട്ടോ, ക്ഷമിക്കണേ. അത്രയൊക്കെ പരിചയമുള്ളൂ. അധികം നാളൊന്നും ആയില്ല ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളിന്ന് കാണിച്ചു തരിക. പുതിയ ജനറേഷൻ ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ, പുതിയ ജനറേഷൻ ഒന്ന് മനസ്സിലാക്കട്ടെ എന്നൊക്കെ ഓരോ പഴമക്കാർക്ക് വേണ്ടിയിട്ടല്ല, പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നമ്മളിട്ട് പഠിച്ചാൽ നമുക്ക് വീട്ടിൽ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ നാടൻ പ്രയോഗങ്ങളൊക്കെ കേട്ടോ ഒത്തിരി നല്ലത്. ഞങ്ങൾ ഇതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ വെക്കുന്നത്. അപ്പോൾ ഈ പൊടിയെടുത്ത പാത്രത്തിലേക്ക് ഞങ്ങളൊരു തുള്ളി വെള്ളം ഒഴിക്കും. ഒരിത്തിരി വെള്ളം ഈ പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ട് അത് ഞങ്ങളതിനകത്തേക്ക് ഒഴിക്കാൻ പോവുകയാണ്. കാരണം ഇതിങ്ങനെ ആകുമ്പോൾ ഡ്രൈ റോസ്റ്റായി പോവുകയല്ലേ. അപ്പോൾ അങ്ങനെ പാടില്ല. അത് ഇത്തിരി വെള്ളം വേണം. നമുക്കതൊന്ന് വേഗണ്ടേ, കരിഞ്ഞു പോകാതെയൊക്കെ വേഗണമെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. ഈ വെള്ളം ഒഴിച്ച് ഞങ്ങൾ നന്നായിട്ട് ഇളക്കി കുറച്ച് ഉപ്പും കൂടെ ചേർക്കുവേ. തക്കാളി ഉണ്ട് കേട്ടോ. കുറച്ച് തക്കാളിയും കൂടെ ഞങ്ങൾ ചേർത്തിട്ട് ഒരിത്തിരി ഉപ്പും കൂടെ ഞങ്ങൾക്ക് ചേർക്കണേ. ഒരിത്തിരി ഉപ്പ്. തക്കാളി കേട്ടോ ഞങ്ങൾ ചേർക്കുന്നത്. തക്കാളി ഇതെല്ലാം നമുക്ക് നല്ല വേണ്ടപ്പെട്ട സാധനങ്ങൾ തന്നെയാണ്. അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ഇച്ചിരി ഉപ്പ് എല്ലാം ഇട്ടിട്ട് അത് റെഡി ആയിക്കോളും. അല്ലെങ്കിൽ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഒഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങളിത് അടുപ്പിൽ വെക്കുവാണേ. കുക്കറിൽ ഇതിൻ്റെ കൂടെ ചേന ഇട്ടാൽ അത് വെന്ത് അധികമായി പോകുമായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ ചേന ഇന്ന് വേറെ വേവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വേറൊരു പാത്രത്തിൽ വിട്ട് വേവിച്ചിട്ട് ഈ ബീഫ് വെന്ത് കഴിയുമ്പോൾ അതിലൂടെ ചേർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എടുത്ത് നമുക്ക് മൂടാം.
ഈ കൂടെ ചേന ഇട്ടാൽ നമുക്കത് കാണാൻ കിട്ടുകയില്ല. കാരണം ഒരു 4-5 വിസിലെങ്കിലും വേണം. 5, 6, 7 വിസിലൊക്കെ ഇട്ടാലേ ചില ബീഫ് വേവുള്ളൂ. എല്ലാ ബീഫും ഒരുപോലെ അല്ലല്ലോ. അപ്പം ബീഫിൻ്റെ വേവ് അനുസരിച്ച് വ്യത്യാസം വരുവേ. അപ്പോൾ ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് ചേന എടുക്കും. ഏതാ ചേന. അപ്പോൾ ഞങ്ങളൊരു വേറെ പാത്രത്തിലേക്ക് എടുത്തിട്ട് ഞങ്ങൾ ചേന അടുപ്പ് വെക്കാൻ പോവാം. അപ്പോൾ ഈ ചേന ഞങ്ങൾ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റുവാണേ. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വെക്കുക. അധികം വെള്ളം വേണ്ട, കാരണം ഇപ്പോഴത്തെ ചേന പെട്ടെന്ന് വേകും. ഇപ്പോഴത്തെ ചേനയ്ക്ക് അങ്ങനെ വേവില്ല കേട്ടോ. കർക്കിടകത്തിലെ ചേന എന്താ പറയുക, കാരണന്മാർ പറയും കട്ട് തിന്നെന്ന്. കട്ട് വെച്ചാൽ ചേനയ്ക്ക് അത്ര ടേസ്റ്റാണെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ചേന മറ്റൊരു അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചേന നല്ലപോലെ മൂടി വെച്ചതിന് ശേഷം ഈ ചേന വെന്ത് കഴിയുമ്പോൾ നമ്മൾ വെന്ത ബീഫില്ലേ അതിലേക്ക് നമ്മൾ ചേർക്കുക ചെയ്യുന്നത്. അത് ചേർത്ത് വേറെ മുളകോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കത് യോജിപ്പിച്ച് കഴിച്ചാൽ അധികം വേകരുത്. ചേന വെന്ത് വരെയേ ചെയ്യാവുള്ളൂ, കാരണം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും വേവിപ്പിട്ട ചേന. അപ്പോൾ ആ ചേന എടുത്ത് നമ്മൾ ഈ ബീഫിലേക്ക് കുടഞ്ഞിട്ട് ഉപ്പും നോക്കി അതൊന്ന് യോജിപ്പിച്ചിട്ട് ആവശ്യം വേണ്ടവർക്ക് ഒന്നുകൂടെ പിന്നെ ഈ കടുക് താളിക്കാം. അതല്ലെങ്കിൽ അതുകൂടി കഴിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. കടുക് താളിക്കുമ്പോൾ ഒന്നുകൂടി ഒരു വ്യത്യാസം വരും. അപ്പോൾ ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ചേന ബീഫ് കറി ഏകദേശം റെഡിയായി. അപ്പോൾ ഈ ബീഫ് ഒരു 6 വിസിലെങ്കിലും കേൾക്കണം. എങ്കിൽ മാത്രം ബീഫ് നന്നായിട്ട് വേകണം. അതിൻ്റെ ആ വെന്ത് ഉടയണം. ചേന അന്നത്ര വേകാനും പാടില്ല. അങ്ങനെ നമ്മളത് വെച്ചാൽ നല്ലൊരു ഫുഡാണ്. നമുക്കൊരു നേരത്തേക്കുള്ള ഇത് രാവിലെ കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചോറിന് കൂട്ടാൻ പറ്റും. ഏത് നമ്മൾ എന്താ പറയുക അപ്പത്തിന് കൂട്ടാൻ പറ്റും. എല്ലാ കാര്യത്തിനും നല്ല യോജിച്ചൊരു കറിയാണ് ചേന ബീഫ് കറി. അപ്പോൾ നമ്മുടെ ചേന ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും പുലരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ലൈക്കും ഒരു സബ്സ്ക്രിപ്ഷനും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെയൊക്കെ സഹകരണവും സ്നേഹവും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെയൊക്കെ വാച്ചിങ്ങിനും എല്ലാവരും ഈ വീഡിയോ കാണുന്നതിനും എല്ലാവരെയും ലൈക്ക് തരുന്നതിനൊക്കെ എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരെയും എൻ്റെ ഓരോ വീഡിയോയും ചെയ്യാൻ എനിക്ക് ഉത്സാഹവും സന്തോഷവും കിട്ടുന്നത് നിങ്ങളുടെയൊക്കെ ലൈക്കും നിങ്ങളുടെയൊക്കെ വാച്ചിങ്ങും നിങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് മാത്രമാണ്. ഞാനിപ്പോൾ എനിക്ക് ആൾക്കാരിങ്ങനെ കാണുമ്പം ആൾക്കാരുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.